അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലമെടുക്കുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ രാജയോഗമുള്ളൊരു കാലമാണ്, ഭയങ്കര ദൈവികമായ അനുഗ്രഹമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാരോട് ഞാൻ പറയുന്നത് പ്രണയിക്കപ്പെടുന്നു സൂക്ഷിക്കണം. പ്രണയ ദുരിതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ, ജീവിച്ചു തുടങ്ങുമ്പോൾ, ജനനം കഴിഞ്ഞ് ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ജീവിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയുമായിട്ടുള്ളൊരു ജീവിതം, ഇല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടിയെ കണ്ട് അവളെ ഇഷ്ടപ്പെട്ട് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാലം. ഹൈന്ദവതയെ സംബന്ധിച്ചിടത്തോളം ജാതകം നോക്കുക എന്നുള്ളൊരു പ്രക്രിയ വളരെ വലുതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച്, അത് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും ജാതകം ഗ്രഹനിലകളും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹം പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ പൊരുത്തം നോക്കി ചെയ്താൽ പോലും, അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, അങ്ങനെ പൊരുത്തം ഉണ്ടെങ്കിൽ തന്നെ സ്വാമി ഞങ്ങൾ തമ്മിൽ ഒരു സ്വസ്ഥതയില്ല, അടിയില്ല, 10 പൊരുത്തമുണ്ട്, എന്നിട്ട് ഒരു പരിഹാരവും ഇല്ല, വലിയ പ്രശ്നങ്ങളാണ്, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയം. ഭാര്യ പറയും എൻ്റെ ഭർത്താവിന് വേറെ ബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് സംശയം. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സ്വാമി ഒന്ന് കാണണം, എന്താണ്? എന്ന് കാണണം. ഞാൻ എന്താണ് കാരണം? കാരണം വേറെ ഒന്നുമല്ല, എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? അത് അദ്ദേഹത്തെക്കുറിച്ചൊരു സംശയമാണ്, അതുള്ളതാണോ എന്ന് അറിയണം. എന്താണ്? ഭർത്താവിന് രഹസ്യ ബന്ധമുണ്ടോ എന്ന് ഞാൻ പറയണം. ഇതൊക്കെ ചോദിക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ സംസാരിച്ചത്. ഭർത്താവിന് രഹസ്യബന്ധമുണ്ടോ എന്ന് കണ്ടേക്കാൻ ഒരു ജ്യോതിഷനും സ്വാമിയുടെ ഒന്നും ആവശ്യമില്ല. ഭർത്താവിന് രഹസ്യബന്ധം ഉണ്ടാവണം ഇവിടെ. എന്തുകൊണ്ടാണ്? ഭാര്യ അദ്ദേഹത്തെ ഉത്തമമായിട്ട് ജീവിക്കാത്തത് കൊണ്ടോ, അവരുടെ ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ദാമ്പത്യം ഉത്തമമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പരസ്പരം അറിഞ്ഞും സംസാരിച്ചും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും ജീവിച്ച ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ആ ഭാര്യയ്ക്ക് അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിന് രഹസ്യബന്ധമുണ്ടോ എന്ന്. അങ്ങനെ രഹസ്യബന്ധമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം. പിന്നെ സ്വാമി പറഞ്ഞു നിങ്ങൾക്കൊരു രഹസ്യബന്ധമെന്ന് പറഞ്ഞിട്ട് ഞാനതിൻ്റെ പുറകെ തൂങ്ങാൻ. പണ്ടൊരെണ്ണത്തിന് ഞാനിതുപോലെ ഫലം പറഞ്ഞിട്ട് ഞാനതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ നിഗമന ശാസ്ത്രം അനുസരിച്ച്, ലക്ഷണശാസ്ത്രം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അവസാനം നമ്മൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നു. എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയേണ്ടത്. അതെങ്ങനെ പറയാൻ പറ്റും? ഒരു കുട്ടി ഒരാളുടേതല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ല, നമുക്ക് പറയാൻ പറ്റും സാറേ. എന്നാൽ പിന്നെ ഒരു കാര്യം പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു കാര്യം പറഞ്ഞു കൊടുത്തു, അതുകൂടി നമ്മളെ ഒഴിവാക്കി. അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഒരാൾ ചെറുപ്പക്കാരൻ പഠിച്ചു, അയാൾ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ ജോലി കിട്ടുന്നവരെ ഒരു ബന്ധവുമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞ് അയാൾ ഒരു പെൺകുട്ടിയെ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടിക്കഴിഞ്ഞ് അയാളെ ശ്രദ്ധിക്കുന്നില്ല. ഇയാളുടെ മനസ്സിലേക്ക് ഇയാൾ സ്ഥിരപ്രതിഷ്ഠ നേടി ആ പെൺകുട്ടി. അങ്ങനെയാണല്ലോ. പക്ഷേ ഈ പെൺകുട്ടി അയാളെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അങ്ങനെ എന്നെ വിളിച്ചു, എന്നെ വന്ന് കണ്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഞാൻ എൻ്റെ ഓഫീസിലെ ഒരു പെൺകുട്ടിയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്, എനിക്ക് അവളെ കല്യാണം കഴിച്ചിട്ട് കഴിക്കാൻ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അവളെ വിവാഹം കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടിക്ക് നിങ്ങൾ പെൺകുട്ടിയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പെൺകുട്ടിയോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? അത് സ്വാമി ഒന്ന് നോക്കണം, എനിക്ക് ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം. ഞാൻ പറഞ്ഞു, അവൾ കല്യാണം കഴിച്ചതാണ്, ഭർത്താവ് വല്ല വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ അതല്ല. അതെന്താ? അവൾ എപ്പോഴും നിശബ്ദയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അവൾ ആരുമായിട്ടും അധികം സൗഹൃദങ്ങളൊന്നുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ കാര്യങ്ങൾ നോക്കി ഞാൻ ലക്ഷണം നോക്കിയിട്ട് പറഞ്ഞു, ആ പെൺകുട്ടി വിവാഹിതയാണ്, പക്ഷേ ഭർത്തൃബന്ധം ഉണ്ടായതായിട്ട് ഒരു ലക്ഷണത്തിലില്ല. ഇത്ര എനിക്ക് പറയാൻ പറ്റൂ, ബാക്കി നിങ്ങൾ അന്വേഷിച്ചിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്തായാലും കുറേ ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ വിളിച്ചു. എനിക്ക് ഈ ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ട് ചിലരൊന്നും ആ സ്വാമി എന്നെ ഓർമ്മയില്ലേ, എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ഒരു ദിവസം ഇത്രയും പേര് വിളിക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറയൂ, എന്താണ് ഞാൻ പറഞ്ഞത് എന്നെ കണ്ടപ്പോൾ, ഇല്ലെങ്കിൽ ഫോൺ വിളിച്ചപ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കൂ എന്ന് ഞാൻ പറയും. 10-63 വയസ്സായില്ലേ, ഓർമ്മയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. എന്തായാലും അപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ഇദ്ദേഹം കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വേർപെട്ടിട്ടില്ല, പക്ഷേ എന്തോ പ്രശ്നമുണ്ട്, പിരിഞ്ഞ് രണ്ടായിട്ട് നിൽക്കുവാണ്. അങ്ങനെ അപ്പം ഇദ്ദേഹത്തിന് അതെങ്ങനെയെങ്കിലും എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നെ വന്നൊന്ന് കാണാൻ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കൂ, കാസ്റ്റൊക്കെ ഒന്ന് തന്നെ, അത് പ്രശ്നമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ അമ്മയോട് പറഞ്ഞു, ഇദ്ദേഹത്തെ അനിയത്തിയോട് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ സമ്മതമാണ്, നിനക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ. പക്ഷേ മറ്റേ ബന്ധം നിലനിൽപ്പുണ്ട്, ഏത് ഭർത്താവായിട്ടുള്ള ബന്ധം നിലനിൽപ്പുണ്ട്.
അങ്ങനെ ഒരാൾ വഴി മീഡിയേറ്റർ വഴി ഈ പെൺകുട്ടിയായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്ക് മനസ്സുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടമായിരുന്നു തോന്നുന്നു. ഇയാളെ കാണാനൊക്കെ ഇത്തിരി സുന്ദരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന് എപ്പോഴും ദാമ്പത്യം ഉത്തമമായിരിക്കുകയില്ല, മധ്യമത്തിലേ കാണുകയുള്ളൂ. ഒത്തിരി മാനസിക പ്രശ്നം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രേവതി നക്ഷത്രത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് രേവതി നക്ഷത്രക്കാർക്ക്. ഉത്തമത്തിൽ കിട്ടുകയില്ല. രാവിലെ സന്തോഷമാണെങ്കിൽ ഉച്ചയ്ക്ക് പോകും, ഉച്ചയ്ക്ക് നല്ല സന്തോഷമാണെങ്കിൽ വൈകുന്നേരം പോകും. ഒരു സ്ഥിരമായ ഒരു സ്വഭാവ രീതികൾ ഉണ്ടാവത്തേയില്ല. പിന്നെ എപ്പോഴും മനസ്സിനൊരു കാർമേഘം മൂടിയതുപോലെയാണ്. ചന്ദ്രൻ ഇങ്ങനെ നിലാവ് ഉദിച്ച് നിൽക്കും, പെട്ടെന്ന് കാറ്റടിച്ച് കാർമേഘം വന്ന് കൂടുന്നതുപോലെ രേവതി നക്ഷത്രം നിങ്ങൾ കുഴപ്പമില്ല. ഈ പയ്യൻ രേവതിയാണ്, ആ പെൺകുട്ടിയുടെ നക്ഷത്രം ഏതോ എന്തോ പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ ബലമില്ലാത്തൊരു നക്ഷത്രമാണ്, മനസ്സിന് ശാരീരിക ബലമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എങ്ങനെയെങ്കിലും ഇതൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. ഇയാൾ എന്തായാലും ആ പെൺകുട്ടിയായിട്ട് അതിൻ്റെ അടുത്തൊരു കൂട്ടുകാരിയെ കണ്ടുപിടിച്ച് ഇയാൾക്ക് ആ പെൺകുട്ടികളെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അഡിക്റ്റായിപ്പോയി. ഇയാൾക്ക് ചിന്തയിൽ പോലും ഇയാൾക്ക് ഭക്ഷണം ഇയാൾ രണ്ടാമത് ഞാൻ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ആ പഴയ ഊർജ്ജമൊന്നും ഇല്ലാതായിപ്പോയി. കാരണം സദാ ഈ പെൺകുട്ടി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. എന്തായാലും ഇയാൾ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എത്ര വല്ല പൂജ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരണം സ്വാമി. ഞാൻ അങ്ങനെ വശീകരണ സ്വഭാവമൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ വശീകരിച്ച് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കുറേ കഴിയുമ്പോൾ പോവും, ചെയ്തവനും തിരിച്ചടിക്കുക. ഞാൻ ഇങ്ങനെ ജീവിക്കണം നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയല്ല സ്വാമി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. പെൺകുട്ടിയോട് നേരിട്ട് സംസാരിച്ച് ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഗൃഹനില മേടിക്കണം, ഗൃഹനില നോക്കിയാൽ മാത്രമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൃഹനില എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പയ്യൻ ആ പെൺകുട്ടിയുടെ ഗൃഹനില എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ ഗൃഹനില കണ്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അവളും രേവതി നക്ഷത്രം തന്നെ. രേവതി നക്ഷത്രമെന്ന് മാത്രമല്ല, ആ പെൺകുട്ടി 3 പുരുഷയോഗമുണ്ട്. 3 എന്ന് വെച്ചാൽ 3 പുരുഷന്മാരെ വിവാഹം കഴിക്കും എന്നുള്ളതല്ല, 3 പുരുഷന്മാർ ആ കുട്ടിയുടെ ജീവിതത്തിൽ വന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ വൈദവ്യം ഉണ്ടോ എന്ന് വെച്ചാൽ വൈദവ്യ യോഗമില്ല. പക്ഷേ 3 പുരുഷന്മാരെ കുട്ടിയുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അവൾ ഒരാളെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെന്നിരിക്കാം. അത് കുട്ടിക്കാലത്ത്, ഏറ്റവും കുട്ടിക്കാലത്ത് ബാല്യത്തിലാണെങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരന് ഇഷ്ടം തോന്നിയിരിക്കാം. ബാല്യത്തിൽ കൗമാരത്തിൽ വേണമെങ്കിൽ ഇഷ്ടം തോന്നിയിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവളൊരു വിവാഹം കഴിച്ചു. അപ്പോൾ അത് 2ആയി. 3ാമത് ഒരു വിവാഹം അവൾക്ക് ഒരു യോഗം കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ അത് ഞാനാണോ സ്വാമി? ഞാൻ പറഞ്ഞു അതെനിക്കറിയാൻ വയ്യ. നിങ്ങൾ ഈ ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപെട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ബന്ധം വേർപെട്ട് പോകാൻ 3 പുരുഷ യോഗമുണ്ട് അപ്പോൾ ആ സ്ത്രീക്ക്. പക്ഷെ നിങ്ങളാണ് 3ാമത്തെ പുരുഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാളിങ്ങനെ ബലം പിടിച്ച് നിൽക്കുവാണ്. ഒരു കാരണവശാലും ഇയാൾ അതിൽ നിന്ന് പിന്മാറില്ല. ഞാൻ വിചാരിച്ച് നടക്കട്ടെ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇങ്ങനെ അഗാധമായി ശ്രമിച്ച 2 രേവതിയാണ്. 2 രേവതി നക്ഷത്രം കൂടെ കല്യാണം കഴിച്ചാൽ ഒരു രക്ഷയായിരിക്കില്ല. ആ കുട്ടി എല്ലാം അടക്കുന്ന പെൺകുട്ടിയായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ അഡമൻ്റായിട്ടുള്ള സ്വഭാവമായിരിക്കും. പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. പിന്നെ ഒരു തീരുമാനം എടുത്ത് അതിനകത്ത് ഉറച്ചു നിൽക്കും. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് രേവതി നക്ഷത്രത്തിന് നല്ല കാലഘട്ടമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇയാൾ ഈ പെൺകുട്ടിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അയാൾ കുറേ കാലമായിട്ട് ബന്ധമില്ല, വിദേശത്താണ്, അയാളുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല, ഡൈവോഴ്സ് ആയില്ല, കോടതിയിൽ അയാൾ പോവില്ല. ഈ പെൺകുട്ടി വേണമെങ്കിൽ കോടതി പോയാൽ ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം എന്നാണ് പറയുന്നത്, അല്ലാതെ അയാൾ കോടതിയിൽ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി, അയാളങ്ങനെ കഠിനാധ്വാനം ചെയ്തു. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരുമായിട്ടൊക്കെ സൗഹൃദം ഉണ്ടാക്കി, അവരോടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടുകാരും വിചാരിച്ചു ഇയാൾ നല്ല മിടുക്കനായിട്ടുള്ള നല്ല ചെറുപ്പക്കാരനാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ജാതകത്തിനകത്തൊന്നും വലിയ ദോഷങ്ങളില്ല. 2 രേവതിയാണ്. 2 രേവതിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ ജാതകവും ഉത്തമത്തിലും ഉണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോട് ജീവിച്ചാൽ മാത്രമേ ദാമ്പത്യത്തിന് ഉത്തമം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് എത്ര പേര് പറയും ഇനിയിപ്പോൾ എന്തോന്ന് സ്വാമി മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കാം എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് ഉത്തമത്തിൽ കല്യാണം കഴിച്ചത്, പ്രണയിച്ച് കല്യാണം കഴിച്ചവർ. നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ നടന്നിട്ട് കല്യാണം കഴിച്ച എത്രയോ പേര്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിലേക്ക് വരുമ്പം ജീവിതം നമ്മൾ അനുഭവിച്ച് തീർക്കാൻ പറ്റുള്ളതാണ്. സുഖമാണോ എന്നൊരാൾ ചോദിച്ചാൽ സുഖാവസ്ഥ എന്ന് പറയുന്നത് ജഡാവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ ചേതനയേറ്റ് പോകുമ്പോൾ, ജീവിതത്തിൽ സ്പന്ദനമില്ലാതെ വരുമ്പോൾ, ജഡാവസ്ഥയിൽ കിടക്കുക മാത്രമേ സുഖമെന്നുള്ള വികാരം നമുക്കുണ്ടാവുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ കിടക്കുന്നു, ഒന്നും അറിയുന്നില്ല. നമുക്കെപ്പോഴാണോ ബോധത്തിലേക്ക് എന്തിനെക്കുറിച്ചുള്ള അറിവുകൾ വരുന്നു, നമ്മളെ ഒരു സൂചി കുത്തുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേദനയാണ്. മനുഷ്യ ജീവിതത്തിൽ വേദനയാണ് ഏറ്റവും കൂടുതലുള്ളത്.
ശാന്തി, ആത്മശാന്തി ഉള്ളവർക്ക് പോലും വേദനയാണ്. ആത്മശാന്തിയുള്ള ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരെ ഞാൻ കാണുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം പൂർണ്ണമില്ല. ആശ്രമത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, കാന്തല്ലൂർ ആശ്രമത്തിൽ ആരുമില്ല. ഞാൻ പറഞ്ഞു ആരുമില്ല, അടച്ചിട്ടേക്കാണ്. എപ്പോഴേ വർഷത്തിലൊരിക്കൽ ഞാൻ അവിടെ പോകും, നട തുറക്കും, എന്തെങ്കിലും പരിഹാരക്രിയകൾ ചെയ്യും, തിരിച്ചു വരും. അല്ലാതെ അപ്പോൾ അതെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ കാലശേഷം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അവിടെ ഒരുപാട് പേര് ഒന്ന് വില പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിൽക്കത്തില്ല, അത് എൻ്റെ ശേഷം കാട് കയറിക്കോട്ടെ. അതങ്ങനെ കാട് കയറി നശിക്കാനാണ് യോഗമെങ്കിൽ അതങ്ങനെ കിടക്കും. അവകാശികളില്ലാത്തതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരു അടുത്ത തലമുറ ഇല്ല എനിക്ക്. ആ തലമുറ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ, അല്ലേ? ഉഗ്രമൂർത്തിയായിട്ടുള്ള വാർത്താളി ദേവിയും പ്രത്യങ്കരയും കൊടും ഭദ്രകാളിയും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ കടമ്പറ്റത്തച്ഛൻ്റെ കല്ലുമുണ്ട്. കടമ്പറ്റത്തച്ഛൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ചില വിധിയൊന്നും നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. കോടീശ്വരന്മാരുടെ പൈസ കോടികൾ ബാങ്കിൽ കൊണ്ടിട്ട് ആരോടും പറയാതെ മരിച്ചു പോകണ എത്രയോ പേരുണ്ട്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയായിട്ടൊരു ഇഷ്ടം തോന്നി, ആ പെൺകുട്ടിയൊരു ഇഷ്ടം തോന്നി, അവർ ലുലുവൊക്കെ പോയി. എൻ്റെ സ്വാമി ഇന്നലെ അവൾ എൻ്റെ കൂടെ വന്നിരുന്നു, നല്ല പെൺകുട്ടിയാണ്, അവൾ ദുഃഖങ്ങൾ പറഞ്ഞു. പക്ഷേ അവൾ കോടതിയിൽ പറഞ്ഞു, ഒരു വക്കീലിനെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ച് അവർ കല്യാണം ഇയാൾ മനസ്സുകൊണ്ട് ഇയാളൊക്കെ ഉന്മേഷവാനായി, ആ പെൺകുട്ടിയും സന്തോഷവതിയായി, എല്ലാ കാര്യങ്ങളുമൊക്കെ സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ വെച്ച് എൻ്റെ അടുത്ത് വന്ന് രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു. മുറിപ്പാലത്തടി ആനന്ദപുര ക്ഷേത്രത്തിൽ കാണാൻ വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഈ വിവാഹത്തിനൊരു തടസ്സമുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ രണ്ടുപേരും രേവതി നക്ഷത്രത്തിൽ മാത്രമല്ല പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വേർപെട്ട് പോയ ഒരു ദാമ്പത്യമുണ്ട്. ഒരു ജന്മത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ച് വേർപെട്ട് പോയതാണ്. വേർപെട്ട് പോയി വീണ്ടും ഒന്നിക്കുമ്പം ആഗ്രഹങ്ങൾ മാത്രമേ കാണുള്ളൂ. ആഗ്രഹം ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങളെ നിൽക്കുകയുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ സ്വാമി, ഇത് നടക്കാൻ എന്തെങ്കിലും വരുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇയാളാകെ പെട്ടെന്ന് ഒന്നും ബലമില്ലാത്ത ആളാണ്. പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ആ ബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ഈ ഇദ്ദേഹത്തിനോട് ജീവിക്കണതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. നല്ല പക്വതയുള്ള ഒരു പെൺകുട്ടി. അവൾ ജീവിതത്തിൽ ഞാൻ ചോദിച്ചു മറ്റേ ആൾക്ക് എന്താണ് പ്രശ്നം? മറ്റേ ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ഇവളെ ശരീരത്തിൽ തൊടില്ല, ഒരുമിച്ച് കിടക്കില്ല. ആൾ കട്ടിൽ കിടന്നാൽ ഇയാൾ തറയിലേ കിടക്കുകയുള്ളൂ. ഒരു ബന്ധവുമില്ല. പക്ഷേ മറ്റുള്ളവരെ കാണുമ്പോൾ ചേർത്ത് പിടിക്കും, എൻ്റെ പ്രിയപ്പെട്ടവളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും, എല്ലായിടത്തും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരുടെ മുമ്പിൽ പ്രകടനം മാത്രമേ ഉള്ളൂ, ജീവിതമില്ല. അപ്പോൾ അത് പെൺകുട്ടി ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി അപ്പോഴും എന്നോടത് പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. എനിക്കതിൻ്റെ കാരണം മനസ്സിലായി. എന്തുകൊണ്ടെന്നാൽ അയാളുടെ മനസ്സിൽ തനിക്ക് ഒരു പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല എന്ന് പറയുന്ന മനോരോഗമാണ്. തനിക്ക് ശാരീരികമായ ഒരു വൈകല്യം, അങ്ങനെ ഒരു വൈകല്യമില്ല. അങ്ങനെ ഒരു വൈകല്യമുണ്ടോ എന്നും താൻ കാരണം ഒരു പെൺകുട്ടി നശിച്ചു പോകുമെന്നും ആ പെൺകുട്ടിയെ ശാരീരികമായി തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് തനിക്കില്ല എന്നൊരു ചെറുപ്പക്കാരൻ്റെ മാനസികമായ തകരാറാണ് ഇതിനകത്തൊരു പ്രശ്നം. കണ്ടാൽ നല്ല പയ്യൻ, ഈ പെൺകുട്ടിയെ അടുത്ത് ആ പെൺകുട്ടി എപ്പോഴും കന്യകയാണ്. ഇത് അവൾ വേറെ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടിയോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ കുട്ടി അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചത് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ എനിക്കൊരു കുട്ടി വേണമെന്നുണ്ട് സ്വാമി, എനിക്ക് എൻ്റെ ഗർഭപാത്രത്തിലൊരു കുട്ടി, എനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്ന്. കുഞ്ഞുങ്ങളെ, അത് ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ഒന്നിൽ കൂടുതൽ കിട്ടുക, കുട്ടിക്ക് 3 കുട്ടികളെ പ്രസവിക്കാനുള്ള യോഗമുണ്ട്, യോഗമുണ്ട് എന്ന് വിചാരിച്ച് നടക്കൂ. അപ്പം ഇയാളാകെ എങ്ങനെയെങ്കിലുമൊക്കെ ആ കല്യാണം നടത്തി ഇവളെ കൂടത്തെ ജീവിക്കണം എന്നുള്ള ഭ്രാന്തമായ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹമാണ്. എനിക്ക് കഷ്ടം തോന്നി. എന്തായാലും എനിക്കതിനകത്ത് ഇയാൾ പിടികൊടുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. എന്തായാലും നോട്ടീസൊക്കെ അയച്ചു. അയാൾ വന്നു ഇവരുടെ സംസാരിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് പിരിഞ്ഞു പോകാനുള്ള മനസ്സില്ല ഇവളെ. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഈ അവസ്ഥയെക്കുറിച്ച് അവൾ ആദ്യമായിട്ട് രണ്ടുപേരും കൂടെ കൗൺസിലിങ്ങിന് വിട്ടു. കോടതിയിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇയാളെ അന്വേഷിച്ചപ്പം ഇയാൾക്ക് ശാരീരികമായൊരു വൈകല്യമില്ല, പക്ഷേ ഇയാളുടെ മാനസികമായ വൈകല്യമാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുമെന്ന് ഡോക്ടർ കുറേ കാലത്തെ എന്തോ ഇവിടുത്തെ ആശാമാരല്ലേ കൊടുത്തു ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് ശരിയാകും, അതുവരെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് അതോടുകൂടി ആ ചെറുപ്പക്കാരൻ തകർന്നു പോയി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ ശരിയായി വരും, എനിക്ക് കുട്ടികളെ ഒരു കുഞ്ഞിനെയെങ്കിലും എനിക്ക് അയാളെന്നെ വിവാഹം കഴിച്ചതാണ്, അയാൾക്ക് മാനസികമായ പ്രശ്നമാണ്, അതിന് പരിഹാരം ഉണ്ടാകും, ആ പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അയാളെ ഉപേക്ഷിക്കണം, തെറ്റല്ലേ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി നിങ്ങളെന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ തകർന്നുപോയി. അപ്പം ബാല്യത്തിലുണ്ടായ ഒരു ചെറുപ്പക്കാരനായി, ഭർത്താവ് കല്യാണം കഴിച്ചതായി, മൂന്നാമത്തെ ഒരു ചെറുപ്പക്കാരനായി. ഇതാണ് പൂർവ്വജന്മം നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ വന്ന്. കാരണം ആ ആൺകുട്ടി രണ്ടിൻ്റെ നടുവിലായി കാണും. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു തകരാറുണ്ടായതാണ്.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഈ ചെറുപ്പക്കാരൻ തകർന്ന് തരിപ്പണമായി പോയി. ഞാൻ മറ്റൊരു ഇല്ല സ്വാമി, ഞാനിനി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് ഇയാൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ധർമ്മസങ്കടത്തിലായി പോവില്ലേ? ഞാൻ കുറേയൊക്കെ ഉപദേശിച്ചു, പക്ഷേ ഇനി ഇയാളാണെങ്കിൽ ഒട്ടും മാനസിക ബലമില്ല. അങ്ങനെ ആ പെൺകുട്ടി ഇയാളുടെ മനസ്സിലായിപ്പോയി. ഞാൻ എൻ്റെ അനിയത്തെ വലിയ വിവാഹം കഴിച്ചിട്ട് ഞാൻ സ്വാമിയുടെ ശിഷ്യനായിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി കള്ളസ്വാമിയുടെ ശിഷ്യനായിട്ട് വരാത്തതിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ നല്ല ജോലിയും സംവിധാനവും ഒക്കെ ഇല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണം, അതാണ് വേണ്ടത്. കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ഇവിടെ കുറേ കഴിഞ്ഞ് നല്ല ചെറുപ്പക്കാരനായിട്ട് ഒരു പെൺകുട്ടിയെ കിട്ടുമ്പോൾ അവളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം, അതാണ് വേണ്ടത്. ഇതൊക്കെ പോകും മനസ്സിൽ നിന്ന്. കാലം മാറ്റാത്ത മുറിവുകളൊന്നുമില്ല, കാലം മുടക്കാത്ത മുറിവുകളില്ല എന്നുള്ളതിൽ. അപ്പോൾ ഈ മുറിവ് ഉണങ്ങും നിങ്ങളുടെ മനസ്സിൽ നിന്ന്. ഇല്ല സ്വാമി, എൻ്റെ മനസ്സിൽ നമ്മൾ മാറില്ല. ഇനി അടുത്ത ചോദ്യം പുള്ളിയുടെ, എന്തെങ്കിലും ഒരു കാലത്ത് അവന് വല്ല അപകട മരണവും സംഭവിക്കുമോ? ആർക്ക്? മറ്റേ ഈ ഭർത്താവിൻ്റെ ഭാര്യ, മറ്റവന്. അല്ല, അവന് ആയുസ്സിന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങളൊരു മനുഷ്യനാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം? അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അയാൾക്ക് മാനസികമായ ഒരു തകരാറുണ്ട്, അയാൾക്ക് ആ സ്ത്രീയോട് ഭയങ്കരമായ കാര്യമാണ്. അയാളെക്കാൾ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അയാളുടെ മാനസികമായ ഒരു വൈകല്യം കാരണം ആ പെൺകുട്ടിയായിട്ട് ഉത്തമമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതേ ഉള്ള അയാളുടെ കുഴപ്പം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പറഞ്ഞു. അപ്പോൾ രേവതി നക്ഷത്രക്കാരോട് ഞാൻ പറയുന്നത്, പ്രണയിക്കപ്പെടുന്നു സൂക്ഷിക്കണം. പ്രണയ ദുരിതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൻ്റെ ഒരു ഫലം ഞാൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്യാം വരുമ്പോൾ അതിനോട് വിശദമായിട്ടുള്ള ഒരു ഫലം പറയാം. മറ്റൊന്ന് അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലമെടുക്കുമ്പോൾ അവിട്ടത്തിന് നല്ല രാജയോഗമുള്ളൊരു കാലമാണ്. ഭയങ്കര ദൈവികമായ അനുഗ്രഹമുള്ള ഒരു കാലഘട്ടമാണ്. നല്ല മാറ്റമാണ്. ഗ്രഹനിലകൾ അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. കുറേ കാലഘട്ടം ഒരു ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. കാളസർപ്പ യോഗം ഉള്ളത് കാലഘട്ടത്തിൽ ജാതകം നോക്കുമ്പോൾ കാളസർപ്പ യോഗം ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാളസർപ്പ യോഗമാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ചെയ്യേണ്ട തലക്കാപ്പേരി പോയി കുളിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് സർപ്പ സംസ്കാര പൂജ ചെയ്യണം. വേറെ ഒരിടത്ത് പോയിട്ടും കാര്യമില്ല. കാളസർപ്പ യോഗത്തിന് എല്ലാവരും തിരുപ്പതിയിലും അവിടെയൊക്കെ പോകുന്നുണ്ട്. അതൊന്നും പൂർണ്ണമായ ഒരു പരിഹാരം കിട്ടത്തില്ല. അവിട്ട നക്ഷത്രക്കാർ ചിന്തിക്കേണ്ടത് ഭർത്താക്കന്മാരോട് കുറേ കൂടെ ഒക്കെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ വേണമെന്ന് പറയുന്നു. ടീച്ചർ അവിട്ട നക്ഷത്രം ആയതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് നോക്കിയത്. അപ്പോൾ ഭർത്താക്കന്മാരെയൊക്കെ ഒന്ന് പരിഗണിച്ച് മുമ്പിലോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഇത് കേട്ടിട്ട് ടീച്ചർ എന്നോട് വഴക്കിടാൻ നിൽക്കണ്ട. കുറേ കൂടെയൊക്കെ ഒരു ബഹുമാനത്തോടും സ്നേഹത്തോടു കൂടിയൊക്കെ ഭർത്താക്കന്മാരോട് ജീവിച്ചാൽ അവിട്ട നക്ഷത്രത്തിൽ കുറേ കാലം കൂടെ ശക്തമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. ഒരു വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറവായിരിക്കും. ഈ അഡമൻ്റായിട്ടുള്ളൊരു നേച്ചറാണ്. അത് ചില നേരങ്ങളിലേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹവും മറ്റുള്ളവരോട് ഭയങ്കര സഹതാപവും പ്രത്യേകിച്ചും കരുണയൊക്കെ ഉള്ളവരാണ്. അവിട്ട നക്ഷത്രത്തിൽ ഒരു ഇഷ്ടം പോലെ പുരുഷന്മാരാണെങ്കിൽ ഇഷ്ടം പോലെ ധനം ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിട്ട നക്ഷത്രം ധനം ഇഷ്ടം പോലെ ഉണ്ടാകും, പണം അവർക്ക് വന്നു ചേരും ഒരുപാട്. പക്ഷേ പലരും അത് നിലനിർത്തത്തില്ല. അത് നിലനിർത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അവിട്ട നക്ഷത്രക്കാർ നിലനിർത്തത്തില്ല, എടുത്ത് കണ്ടമാനം ചിലവാക്കി കളയും. പക്ഷേ സ്ത്രീകൾ കുറേ കൂടെയൊക്കെ പൈസ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു. അവിട്ട നക്ഷത്രത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാലുകൾക്ക് രോഗം, അരയ്ക്ക് താഴോട്ട് രോഗാവസ്ഥ വരാതെ ശ്രദ്ധിക്കണം. കാലുകൾക്ക് രാത്രി കിടക്കുമ്പോൾ മസിൽ പിടിക്കുന്ന സ്വഭാവം, മുട്ടുകൾക്ക് ക്ഷതമുണ്ടാകുക, പിന്നെ ഈ കഴുത്തിൻ്റെ പിൻഭാഗത്ത് തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കണം. ഈ കഴുത്തിന് രോഗമുണ്ടാകാതെ നോക്കണം. എപ്പോഴും കഴുത്തിന് തൈറോയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. രക്തത്തിൽ ഈ പ്രമേഹമോ കൊളസ്ട്രോളോ ഉണ്ടോ എന്ന് നോക്കണം. ഉദരരോഗമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാലം ബാക്കിയൊക്കെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ടാണ്. അവിട്ട നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് രാജയോഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ദോഷമുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. രക്തത്തിലുണ്ടാകാവുന്ന രോഗങ്ങൾ അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കുന്നത്. കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് പക്ഷേ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതും പല്ല് 6 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചെക്ക് ചെയ്ത് അതിനുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ കഴുത്തിന് മുകളിൽ കണ്ണ്, ചെവി, മൂക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, നിസ്സാരമായി രോഗത്തെ തള്ളിക്കളയാതിരിക്കുക. ലിവറിന് ഉദരത്തിന് രോഗമുണ്ടാകുന്ന ഉദരത്തിന് സ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേറെയൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പണം വരും, പ്രശസ്തി വരും, ധനം, മനസ്സ്, ശരീരം, കർമ്മം, ധനം, സാമ്പത്യം, ദാമ്പത്യം, ഇതെല്ലാം ഉത്തമത്തിലുള്ള ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം വന്നു ചേരുമെങ്കിൽ പോലും ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ടാകാനുള്ള കാലം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെറിയൊരു പനി വന്നാൽ പോലും അത് ഒരു ഗുളിക കഴിച്ച് തീർക്കുന്നതിന് മുമ്പ് അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്ന 30 ദിവസവും. വാഹനങ്ങൾ, സ്കൂട്ടറിൽ പോകുന്നവർ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ബലത്തെ പിടിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു വീഴ്ചയുള്ള കാലഘട്ടമാണ്. ഇന്നലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരാൾ എന്നെ വിദേശത്തു നിന്ന് വിളിച്ചിരുന്നു, സ്വാമി ഞാൻ ഈ നക്ഷത്രത്തെക്കുറിച്ച് എനിക്ക്
എനിക്ക് പറഞ്ഞിരുന്നു, എനിക്ക് വീഴ്ച പറ്റി. അത് ഒന്നിലധികം പേര് എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. പിന്നെ എന്നെ സർപ്പം ഓടിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സർപ്പം എന്നെ ഓടിച്ചില്ല. പക്ഷേ നിരന്തരം സർപ്പം എന്നെ ഓടിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നതാണ്. സ്വാമി പറയുന്നതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ലക്ഷണശാസ്ത്രപ്രകാരവും കർണേഷ് ഉപദേശത്തിലൂടെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് മനുഷ്യന് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്വയം ചിന്തിച്ച് പിന്നെ കാര്യങ്ങൾ ചെയ്യണം. അവിട്ട നക്ഷത്രക്കാർ ആറ്റുകാൽ ക്ഷേത്രത്തിലും ദേവീക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രങ്ങളിലുമൊക്കെ നല്ല ദർശനം നടത്തുകയും നല്ല ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും പിന്നെ ഈ തടിയിൽ കിടക്കുന്ന മെത്തയിൽ നിന്നൊന്ന് മാറിക്കിടക്കണം. കാരണം ഒരു നട്ടലിന് ഒരു ദോഷം ഉണ്ടാകുന്നൊരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് നട്ടലിന് വലിയ ചെറുതായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വളരെ നല്ല കാലമായിരിക്കും. അവിട്ട നക്ഷത്രക്കാരുടെ 30 ദിവസം കഴിഞ്ഞൊരു ഫലമാറ്റമുണ്ട്. 30 ദിവസം കഴിഞ്ഞ് വരുന്ന ആ മാറ്റത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് പറയേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ, ഗൃഹം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹം വയ്ക്കാൻ സാധിക്കുകയെങ്കിൽ ഉത്തമമായ സ്ഥലം തന്നെ കണ്ടെത്തണം. ഉത്തമമായ സ്ഥലം കണ്ടില്ലെങ്കിൽ വീട് തുടങ്ങി വയ്ക്കുന്നത് അവിടെ കിടന്നു പോകും. ലോണുകൾ എടുക്കുകയാണെങ്കിൽ ആ ലോണുകൾ അടയ്ക്കാൻ പറ്റാതെ വരും. എന്ന് പറഞ്ഞാൽ യോഗങ്ങളെല്ലാം ഉണ്ട്. ആ യോഗം ഭർത്താവിൻ്റെ നക്ഷത്രവും കൂടെ ഏതാണെന്ന് നോക്കിയിട്ട്, ഇത് സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി പുരുഷന്മാരുടെ നക്ഷത്രം ഏതാണ്? പുരുഷന്മാരുടെ അവിട്ട നക്ഷത്രമാണെങ്കിൽ സ്ത്രീ നക്ഷത്രം കൊണ്ട് ഒരുമിച്ച് നോക്കിയിട്ട് അവരുടെ പൂർവ്വജന്മം നന്നായിട്ട് പറയുന്ന ആരെങ്കിലും കൂടെ കണ്ടിട്ട് അതിൻ്റെ പരിഹാരം എടുത്ത് മക്കളുടെ ഗ്രഹനിലയും നക്ഷത്രവും കൂടെ എടുത്തതിന് ശേഷം മാത്രമേ ഗൃഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ. പിന്നെ വാഹനത്തിൻ്റെ കളർ എടുക്കുമ്പം ഏത് കളറാണ് ചിന്തിക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ചുവപ്പ് കളർ യാതൊരു കാരണവശാലും അവിട്ട നക്ഷത്രക്കാർ ഉപയോഗിക്കരുത്. സ്വന്തം പേരിലെടുക്കരുത്. കാറ് കയറുന്നതല്ല, കാറ് ഉപയോഗിക്കാൻ പാടില്ല. അവിട്ട നക്ഷത്രക്കാരൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നീല കളർ വളരെ നല്ലതായിരിക്കും. പിന്നെ രത്നങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതൊക്കെ നല്ല ഗ്രഹങ്ങൾ നോക്കി അത് ധരിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചിലവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ന്യൂറോ പ്രശ്നം, ഞരമ്പുകൾക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പോകുന്ന 30 ദിവസം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ഒന്ന് തല ഇറങ്ങി തലവിറ്റി വീഴാനുള്ള കാര്യമുള്ളതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 2 മിനിറ്റ് ഇരിക്കുക. ഇരുന്നതിന് ശേഷം ബാത്റൂമിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അവിട്ട നക്ഷത്രക്കാർ തലചുറ്റി വിടാനുള്ള, കാരണം രക്തത്തിൻ്റെ പിന്നെ രക്തം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന അവിട്ട നക്ഷത്രക്കാർക്ക്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തള്ളവിരലിൽ നിന്ന് തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് തള്ളവിരലിലേക്കും വളരെ ഭീകരമായിട്ട് വേഗത്തിൽ ഓടുന്ന ഒരു കാലം. രാത്രി കിടക്കുമ്പോഴത്തേക്ക് അത് കൂർക്കം വലിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഈ കൂർക്കം വലിച്ചുറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടന്നുറങ്ങണം. ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടന്നുറങ്ങണം. പിന്നെ എഴുന്നേൽക്കുമ്പോൾ വലതുവശത്തേക്ക് ചരിഞ്ഞ് എഴുന്നേൽക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. നല്ല കാലഘട്ടമാണ്. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുള്ളൂ. ഇതൊക്കെ ഇന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ സുഖകരമായ അനുകൂലമായ ഒരുപാട് കാലഘട്ടമുണ്ട്. ഗ്രഹനില എടുത്താൽ 11 വ്യാഴമൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഗ്രഹനില അനുസരിച്ചിട്ടുള്ള ഒരുപാട് നല്ല ഉത്തമമായ കാര്യങ്ങൾ പറയും. ശ്രദ്ധിച്ച് തന്നെ മുമ്പിലോട്ട് പോയാൽ വരാൻ പോകുന്ന നല്ല നല്ല ദിവസങ്ങളുണ്ട്. പക്ഷേ എന്ത് നല്ല ദിവസങ്ങളുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള സുഖത്തിന് തടസ്സമുണ്ടാകുന്നുണ്ടെങ്കിൽ, പിന്നെ കുട്ടികളെ വല്ലതും വേണ്ടാന്ന് വെച്ചിട്ടുള്ളവരാണെങ്കിൽ, അവിട്ട നക്ഷത്രത്തിൽ കുട്ടികളെ വേണ്ടാന്ന് വെച്ച് കുട്ടികളെ നശിപ്പിച്ച് ശിശുനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിശുനാശത്തിന് പരിഹാരം ചെയ്തേ പറ്റുള്ളൂ. ആരെങ്കിലും അവിട്ട നക്ഷത്രത്തിൽ ശിശുനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. വീട്ടിലെ നമ്പറാണ്, എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. അല്ലാതെ വലിയ പൂജകളും ഹോമങ്ങളൊന്നും ആവശ്യമില്ല. ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഒരു പരിഹാരം ചെയ്യണം. നാൽക്കാലികളെ വളർത്തുന്നവരാണെങ്കിലും നാൽക്കാലികൾ ചത്തിട്ടുണ്ടെങ്കിലും അതിനുള്ള പരിഹാരവും കൂടെ അവിട്ട നക്ഷത്രക്കാർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഒരുപാട് നല്ല ഗുണകരമായ കാര്യങ്ങൾ സന്താനങ്ങൾക്കും ഭർത്താവിനും വരുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും നല്ല ഉത്തമമായ കാര്യങ്ങൾ വരുന്നത് ഭർത്താവിനും വരുന്ന കാലഘട്ടമാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിട്ടത്തിന് എല്ലാവിധ മേന്മകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനോടൊപ്പം ചില കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പ്രധാനമായിട്ട് ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആരോഗ്യമാണ്, നന്മയുള്ള മനസ്സും ഉത്തമമായ മനസ്സും ശുദ്ധിയുള്ള മനസ്സുമാണ് ഒരു ശരീരത്തിന് ആവശ്യം. അപ്പോഴാണ് നമുക്ക് ഉത്തമമായൊരു ജീവിതം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.